മനുഷ്യനെ സംബന്ധിച്ച് ലൈംഗികത വംശവർദ്ധനവിലുള്ള മാർഗം മാത്രമല്ല, മറിച്ച് ശാരീരിക മാനസിക ഉല്ലാസത്തിനുള്ള ഒരു വിനോദ ഉപാധി കൂടിയാണ് മനുഷ്യർക്ക് സെക്സ് എന്നത്. അതുകൊണ്ട് തന്നെ ലൈംഗികതയിലും ആരോഗ്യകരമായ ലൈംഗികതയിലുമെല്ലാം നിരവധി പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ലൈംഗിക സംതൃപ്തിയെ സംബന്ധിച്ച് ഒരു ആഗോള സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ലൈംഗിക ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ജനങ്ങൾ അനുഭവിക്കുന്ന സംതൃപ്തി സംബന്ധിച്ചായിരുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇപ്സോസ് എന്ന സംഘടന സർവേ നടത്തിയത്. 31 രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഇപ്സോസ് നടത്തിയ സർവേയിൽ ലൈംഗിക ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഏറ്റവും കുറവ് സംതൃപ്തി അനുഭവിക്കുന്നത് ജപ്പാൻകാരും കൊറിയക്കാരും എന്നാണ് കണ്ടെത്തൽ. അതേസമയം ഇന്ത്യക്കാർ ഇക്കാര്യത്തിൽ മുന്നിലാണെന്നും സർവേ പറയുന്നു. സർവേയിൽ പ്രതികരിച്ച ജപ്പാൻകാരിൽ 37% പേർ മാത്രമാണ് ലൈംഗികതയിലും പ്രണയത്തിലും സംതൃപ്തി നേടുന്നുവെന്ന് അറിയിച്ചത്. ഇന്ത്യക്കാരും മെക്സിക്കോക്കാരും പ്രതികരിച്ചത് 76% ആളുകളും സംതൃപ്തരാണെന്ന് പറഞ്ഞു. ജപ്പാൻ കഴിഞ്ഞാൽ ലൈംഗികതയിലും പ്രണയ ജീവിതത്തിലും അസംതൃപ്തർ ഏറ്റവും കൂടുതലുള്ളത് ദക്ഷിണ കൊറിയയിലാണെന്ന് സർവേ പറയുന്നു. 45% കൊറിയക്കാർ മാത്രമാണ് ലൈംഗിക സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പങ്കാളികളുമായും ഇണകളുമായുള്ള ബന്ധത്തിലും ഏറ്റവും കുറഞ്ഞ സംതൃപ്തിക്കാരും ഇതേ രാജ്യങ്ങൾ തന്നെയാണ് മുന്നിലുള്ളതെന്ന് സർവേ പറയുന്നു. അതൃപ്തരിൽ ഒന്നാമത് ദക്ഷിണ കൊറിയ ആണെങ്കിൽ 2ാം സ്ഥാനത്ത് ജപ്പാൻകാരുണ്ട്. ജീവിതത്തോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹം തോന്നുന്നു എന്ന ചോദ്യത്തിന് 51% ജാപ്പനീസും അസംതൃപ്തരാണെന്ന പ്രതികരണമാണ് നടത്തിയതെന്നും സർവേ വ്യക്തമാക്കുന്നു. പ്രണയത്തിന്റെ കാര്യത്തിൽ തങ്ങളുടെ വികാരങ്ങളും മനോഭാവങ്ങളും പ്രകടിപ്പിക്കുന്നതിൽ മികവ് പുലർത്താത്ത ജപ്പാൻകാരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗികമായ ഫലമാണ് ഈ അസംതൃപ്തി എന്നാണ് ഇപ്സോസ് പറയുന്നത്. അതേസമയം ഗുരുതരമായ ജനസംഖ്യാ പ്രതിസന്ധി നേരിടുന്ന ജപ്പാൻ ഇത് മറികടക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. രാജ്യത്ത് ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഒന്നാണ് അധികാരികൾ ഈ വർഷം ആരംഭിച്ച ഒരു ഡേറ്റിംഗ് ആപ്പ്. ജൂണിൽ ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയം രാജ്യത്തിന്റെ ജനന നിരക്ക് ഗുരുതരമായ നിലയിലാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. രാജ്യത്തെ ജനന നിരക്ക് തുടർച്ചയായ 8ാം വർഷവും റെക്കോർഡ് താഴ്ചയിലെത്തിയിരുന്നു. അതിനേക്കാൾ താഴ്ന്ന ജനന നിരക്ക് അയൽ രാജ്യമായ ദക്ഷിണ കൊറിയയിൽ. ജപ്പാനിൽ 1.20 ആണ് ജനന നിരക്കെങ്കിൽ കൊറിയയിൽ 0.72 ആണ്.